ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ എന്ന് വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുകയാണ്. അല്ലാ ഗ്രാമവാസികൾ, അഹങ്കാരികൾ, ദുരഭിമാനികൾ, അധർമ്മത്തിന്റെ ഊടുവഴികളിലൂടെ സഞ്ചരിച്ചവർ അവർ അവരുടെ വീടുകളിൽ നിർഭയരായി ഉറങ്ങുകയാണോ? നമ്മുടെ ശിക്ഷ വരില്ല എന്നവർ വിചാരിക്കുന്നുണ്ടോ എന്ന അല്ലാഹുവിന്റെ ചോദ്യം. അല്ല, അവർ മഹാസമയത്ത് കളിച്ചുകൊണ്ടിരിക്കവേ നമ്മുടെ ശിക്ഷ അവർക്ക് വരില്ല എന്നവർ വിചാരിക്കുന്നുണ്ടോ? ഒരു ഞായറാഴ്ച അങ്ങ് മദ്രാസിന്റെ മെറീന ബീച്ചിൽ രാവിലെ 8 മണി മുതൽ കളിച്ചുകൊണ്ടിരുന്നവരെ ഉച്ചവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങ് സുമാത്രയിൽ രൂപം കൊണ്ട സുനാമിയുടെ അലമാലകൾ ഉത്തരേന്ത്യയുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ വന്ന് നക്കിത്തുടച്ചു കൊണ്ടുപോയപ്പോ എന്ന ചോദ്യത്തിലെ മഹത്വവും അതിലടങ്ങിയിരിക്കുന്ന ആശയവും മനുഷ്യന് ചിന്തിക്കാവുന്നതാണ്. നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും സദാചാരം ആദരിച്ചവരും ദുരാചാരം കൊണ്ടു നടന്നവരും ജീവിതത്തിൽ സമമാകുമെന്നാണോ നബിയെ അവർ പറയുന്നത്? അംഹസിതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം 115-ൽ റഹ്മാനായ റബ്ബ് ചോദിക്കുന്ന ചോദ്യമാണ്. അതല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ അങ്ങ് വെറുതെ വിട്ടേക്കുമെന്നും നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യബോധമില്ലെന്നും കാക്കാലികളെ പോലെ തിന്നും കുടിച്ചും ഭ്രമിച്ചും ഭോഗിച്ചും ആനന്ദിച്ചും ആർത്തുല്ലസിച്ചും അട്ടഹസിച്ചും ലോകത്ത് അരാജകത്വങ്ങൾ ഉണ്ടാക്കിയും ആളുകളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയും നീതിയെ നിഷേധിച്ചുകൊണ്ടും ഈ ഭൂമുഖത്ത് ജീവിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു. എന്നിട്ട് നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരില്ലെന്നും നിങ്ങൾ വിചാരിക്കുകയാണോ എന്ന അല്ലാഹുവിന്റെ ചോദ്യം ചേർന്നില്ല. ആർക്കുള്ളതാണ് സ്വർഗം? സമാധാനത്തിന്റെ ഭവനം ആർക്കുള്ളതാണ്? അല്ലാഹു സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നുവെന്ന് സൂറത്ത് യൂനിസിലൂടെ 25-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ആ സ്വർഗം ആർക്കുള്ളതാണ്? ലാ യുരീദൂന, ഉദ്ദേശിക്കാത്ത ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ, സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ, സമൂഹത്തിന്റെ ഭദ്രമായ ഐക്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കാത്ത, ഭൂമിയിൽ കലാപങ്ങൾ ഉണ്ടാക്കാത്ത, കൊള്ളയും കൊലയും ബലാത്സംഗവും മാഫിയ സംഘങ്ങളും കൊട്ടേഷനും മദ്യപാനികളും അതുപോലെ പ്രകൃതി ദുരന്തത്തിന്റെ കാരണക്കാരായി അഥവാ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന കാരണത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ച മനുഷ്യരും 30-ാം അധ്യായം 41-ാമത്തെ വചനമാണ്. കുഴപ്പങ്ങൾ പ്രകടമായി, കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. എട്ടാം അധ്യായം വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഈ ഭൂമുഖത്ത് ഫിത്നകൾ പ്രത്യക്ഷപ്പെടുന്നത്, അധർമ്മം കൊടികുത്തി വാഴുന്നത് നിങ്ങൾ വെച്ചു പുറപ്പിക്കാൻ പാടില്ല. ആ അധർമ്മങ്ങൾക്കെതിരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, തിന്മകളോട് നിങ്ങൾ രാജിയായാൽ, അതിന്റെ പ്രയോക്താക്കളായാൽ, അതിന് നിങ്ങൾ മൗനം അവലംബിച്ചാൽ, അത് അക്രമികളെ മാത്രമല്ല, അരാജകത്തിന്റെ ആളുകളെ മാത്രമല്ല, അതിന്റെ അഖിലകാരെ മാത്രമല്ല, നന്മയുടെ വാഹകരായി ഭൂമുഖത്ത് ജീവിച്ചവരെ പോലും അത് പിടികൂടുമെന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു. ഈ സമൂഹം 2 തട്ടുള്ള കപ്പൽ പോലെ താഴെയുള്ളവരെന്നാലും ആ കടലിലൂടെയാണല്ലോ സഞ്ചരിക്കുന്നത്. വെള്ളം ലഭ്യമാകാൻ സാഗരത്തിന്റെ ഉപരിതലത്തിലെ ആദ്യ നിലയിൽ ദ്വാരമുണ്ടാക്കിയാൽ നമുക്ക് യഥേഷ്ടം വെള്ളം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചവരുടെ കൈപിടിച്ചില്ലെങ്കിൽ ഇതെല്ലാം മുങ്ങി ഈ സാഗരങ്ങളുടെ അടിത്തട്ടുകളിലേക്ക് ആവതിച്ചു പോകും. ഉയർത്തെഴുന്നേൽക്കാനാവാത്ത വിധമെന്ന പ്രവാചകന്റെ വിശദീകരണം അതേ അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പ്രവാചക തിരുമേനിയുടെ വാക്ക്, ഒരു തിന്മ നിങ്ങൾ കണ്ടാൽ കൈകൊണ്ട് തടുക്കേണ്ട പിതാവിന് മകനെ കൈകൊണ്ട് തടുത്ത് തിരുത്താൻ കഴിയണം. ഡിപ്പാർട്ട്മെന്റുകൾക്ക്, നിയമപാലകർക്ക്
ഈ രാജ്യത്തിലെ തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കേണ്ടി വന്നാൽ ശിക്ഷിക്കാൻ കഴിയണം. നാവ് കൊണ്ട് ഉപദേശിച്ച് നന്നാക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കാനെങ്കിലും ഈമാനിന്റെ ദുർബലമായ അവസ്ഥയത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 104-110 വചനങ്ങളിൽ പറഞ്ഞു, നിങ്ങളിൽ നിന്നൊരു ഉത്തമ സമുദായം ഉണ്ടാകട്ടെ, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന സദാചാരത്തിന്റെ കാവലാളാകുന്ന അധർമ്മങ്ങളുടെ എതിരാളികളാകുന്ന സമൂഹത്തിൽ നന്മയുണ്ടാക്കാൻ, നീതിയുടെ ന്യായത്തിന്റെ കാവലാളാകാൻ, കുടുംബ ഭദ്രതയുടെ ഏറ്റവും വലിയ മകുടോദാഹരണമാകാൻ, നല്ല ഒരു മകനെ സൃഷ്ടിക്കാൻ, നല്ലൊരു പിതാവിനെ സൃഷ്ടിക്കാൻ, നല്ല ഭാര്യമാരെ സൃഷ്ടിക്കാൻ, എന്ന് അള്ള പറഞ്ഞ വിശേഷണമുള്ള ഗുണമുള്ള ഭാര്യമാരെ ഉണ്ടാക്കാൻ, ഭർത്താവിനെ ചതിക്കാത്ത, ഭാര്യയെ ചതിക്കാത്ത, മറ്റുള്ളവരുടെ കൂടെ അന്തിക്കൂട്ടുകൂടാത്ത, അള്ളാഹുവിനെ ഭയപ്പെടുന്ന രണ്ടധ്യായങ്ങളിലെ 14-ാമത്തെ വചനമാണത്. രണ്ടധ്യായങ്ങളിൽ പടച്ചതമ്പുരാൻ ചോദിക്കുന്ന പതിസ്ഥാനത്തിരുന്ന് ലോകത്തിന്റെ നാഥൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ എന്തുകൊണ്ട് അറിയുന്നില്ല? അവർ അറിയുന്നില്ലേ? അവർ മനസ്സിലാക്കുന്നില്ലേ? അല്ലാഹു അവരെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ബഹുമാനനായ താജുദ്ദീൻ എന്റെ സഹപ്രവർത്തകൻ സൂചിപ്പിച്ച ബുഖാറയിലെ മജന്നായിലെ ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന, ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് പെട്ടുകെട്ടിയിരുന്ന പുത്തഴിഞ്ഞ ബർബറുകളുടെ നെറികെട്ട കാലഘട്ടത്തിൽ ഭാഗ്യവശാൽ മുഹമ്മദ് നബിയുടെ ജന്മമുണ്ടാകുന്നത് എന്ന് ഇബ്ബൻ സൂചിപ്പിച്ച, അതുപോലെ ആർണോൾഡ് ടോയംബിയുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ, നെഹ്റു രേഖപ്പെടുത്തിയ, കോട്ടൺ ചെയ്ത് രേഖപ്പെടുത്തിയ ആ അന്ധകാര നിബിഡമായ ജനപദത്തെ എങ്ങനെ സദാചാരമുള്ളവരാക്കി, എങ്ങനെ ദുരാചാരത്തിൽ നിന്നവരെ മോചിതരാക്കി, അനീതി ചെയ്തിരുന്നവരെ ഒട്ടും അനീതി ചെയ്യാത്ത നീതിയുടെ കാവലാളുകളാക്കി മാറ്റി. സ്വന്തം മകളാണ് കണ്ടതെങ്കിൽ അവരുടെ കൈമുറിക്കുമെന്ന് പറയുന്ന പ്രഖ്യാപനം അവരെ പിടിച്ചു വലച്ചു കളഞ്ഞു, അവരുടെ ചിന്തകളെ സ്വാധീനിച്ചു. ഉച്ചനീചത്വങ്ങൾ നിലനിന്ന കാലഘട്ടം, അതുപോലെ അടിമത്തം നിലനിന്ന കാലഘട്ടം, പെൺകുട്ടികളെ ജീവനോടെ പിടിച്ചു മൂടിയ കാലഘട്ടം, കല്ലും മുള്ളും മുരടും മൂർക്കൻപാമ്പും കാലിലക്കുട്ടിയും ആൽത്തറകളും അക്തറകളും ജാലങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൾക്കാരുകളും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും മാലാഖമാരും ജിന്നുകളും സിദ്ധാവന മറന്ന് സൃഷ്ടികളെ മാത്രം ആരാധിക്കുന്ന ഒരു ജനപദത്തിന്റെ മുമ്പിൽ അവരെന്തുകൊണ്ടാണ് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്? അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുന്നുവോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ, വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ അവരുടെ മനസ്സിനെ ഉടക്കി നിർത്തിയപ്പോൾ, അവരുടെ കച്ചവടത്തിൽ നിന്നും മാറി പ്രവാചകന്റെ ദർശനങ്ങളിൽ അവർ വന്നപ്പോൾ, പ്രവാചകന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശദീകരണം കിട്ടപ്പോൾ, പൂർവ്വവേദങ്ങളുടെ തത്വങ്ങൾ വിശദീകരിച്ച് ജൂതന്മാർക്കിടയിൽ പ്രവാചകൻ കടന്നു ചെന്നപ്പോൾ, അവിടെ ജീവിച്ച ഗോത്രങ്ങളിൽ പ്രവാചക തിരുമേനി കടന്നു ചെന്നപ്പോൾ, ഗോത്രത്തിൽ, ഗോത്രത്തിൽ, അസ്ലം ഗോത്രത്തിൽ, ഗോത്രത്തിൽ, ഗോത്രത്തിൽ പ്രവാചകന്റെ പ്രതിനിധികൾ ദേവത്വമായി കടന്നു ചെന്നപ്പോൾ, ഇറാഖിയ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ, ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ, റുസ്തമിന്റെ കൊട്ടാരത്തിൽ, യമാമക്കാരുടെ രാജാവ് സുമാമിന്റെ കൊട്ടാരത്തിൽ മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ട് ദൈവത്തിന്റെ സുന്ദരമായ ആശയങ്ങളെ കടന്നു ചെന്നപ്പോൾ ഒരു പുതിയ മണ്ഡപാകപ്പെടുകയായിരുന്നു, ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുകയായിരുന്നു. സംസ്കാരത്തിന്റെ ഭൂചട്ടിയിൽ നിന്ന ഒരു ജനതയെ കാൽനൂറ്റാണ്ടിനുള്ളിൽ ലോക സമ്പന്ന സംസ്കാരത്തിന്റെ നെറുകയിൽ കൊണ്ടുപോയാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞ 7 ദീനാർ ദാനം ചെയ്ത് രാജകൊട്ടാരങ്ങളുടെ പർദീസകളില്ലാതെ, സിംഹാസനമില്ലാതെ, ചെങ്കോലുകളില്ലാതെ, അനാവശ്യമായ യുദ്ധത്തിന്റെ കൊടികളില്ലാതെ, പെൺകുട്ടികളുടെ വിമോചകനായി ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് ലോകം വാഴ്ത്തിയ ഭവിഷ്യത് പുരാണത്തിൽ പറഞ്ഞ ആ പ്രവാചകൻ പഠിപ്പിച്ച സദാചാരം, ആ പ്രവാചകൻ പഠിപ്പിച്ച ധാർമ്മികത, ഇതിന്റെ മാനദണ്ഡം എന്താണ്?
ധാർമ്മികതയുടെ മാനദണ്ഡം എന്താണ്? ആരാണ് ധാർമ്മികത തീരുമാനിക്കുക? മറൈൻ ഡ്രൈവിൽ ചെന്ന് തന്റെ ചുണ്ടും മറ്റവന്റെ ചുണ്ടും ഒന്നിച്ചു ചേരുമ്പോ അതൊരു അലങ്കാരമായി, ആവേശമായി, അതിനെ സദാചാരം എന്ന് വിളിക്കുന്ന, അതിനെ വിമർശിക്കുന്നവരെ എതിർക്കുന്ന, കാലം തിരിയാത്തവരെന്ന് വിളിക്കുന്ന ഇന്നത്തെ ലോകത്ത് ധാർമ്മികതയുടെ മാനദണ്ഡം എന്താണ്? അമേരിക്കക്കാരന് ധാർമ്മികതയാകുന്നത് ഇന്ത്യയിൽ ധാർമ്മികതയല്ല. ജോസഫ് ഇടമറകിന് ഗീത ഇടമറക് സ്വന്തം മോളാണ്. പക്ഷേ അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന മരുമകൻ പണ്ടേ ഗീതയെ ഇഷ്ടപ്പെട്ടവരാണ്. പക്ഷേ ഒരിക്കൽ പോലും തന്റെ മകളെ കല്യാണത്തിന് മുമ്പ് മരുമകന്റെ കൂടെ പറഞ്ഞേക്കാത്ത ജോസഫ് ഇടമറകിൽ ഒരു ധാർമ്മികതയുടെ ആവശ്യമുണ്ടായിരുന്നു. ഇന്ത്യ ശീലിച്ച ശീലങ്ങളിൽ ഭാരതീയ ദർശനങ്ങളുടെ അകക്കാപ്പിലൂടെ കടന്നുപോയാൽ ഋഗ്വേദത്തിന്റെ താളുകളിൽ പോലും മദ്യപാനികളെ പരിഹസിച്ചതായി കാണാം. ഋഗ്വേദത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ മദ്യപാനികളോട് തമാശയായി പരിഹാസരൂപേണ വേദവാചകത്തിൽ പറയുന്നുണ്ട്, ഏ മദ്യപ, നിന്റെ മീശ തുടക്കാൻ മറന്നു പോകരുത് കേട്ടോ എന്ന് പരിഹാസസ്വരത്തിലും ബ്രാഹ്മണന്റെ മദ്യപാനത്തെ കുറിച്ച് ഋഗ്വേദത്തിലെ ഒരു വാചകം തന്നെ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ഋഗ്വേദത്തിന്റെ രചയിതാവ് പറയുന്നത്, അതിലെ വാചകം പറയുന്നത് ഇങ്ങനെയാണ്: ബ്രാഹ്മണൻ മദ്യപിച്ച്, മൂക്കറ്റം മദ്യപിച്ച് ബോധമില്ലാതെ കിടന്ന് ഏമ്പക്ക വിടുന്ന സ്വഭാവത്തെ മഴക്കാലത്ത് പാടത്ത് ശ്രദ്ധിക്കുന്ന തവളയോട് വേദം ഉപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മദ്യത്തിന്റെ ദുഷ്ടതകളെ കുറിച്ച്, മദ്യമുണ്ടാക്കുന്ന ബുദ്ധിപരമായ പ്രശ്നങ്ങളെ കുറിച്ച്, കൗടംബിക ശുദ്ധീകരണത്തിന്റെ ആഴത്തെ കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. പക്ഷെ ലോകത്ത് ഒരു ഭരണകൂടം നിലവന്ന് അധികാരത്തിന്റെ ദണ്ഡുകളില്ലാതെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ മാർക്കറ്റുകളിൽ പാരായണം ചെയ്യപ്പെട്ടപ്പോ ഇല്ല, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു, ഇനി മദ്യത്തിന്റെ ചഷകങ്ങൾ ആവശ്യമില്ല, ഇനി ഞങ്ങളുടെ ചുണ്ടുകളിൽ മദ്യത്തിന്റെ ജ്വാലതയില്ല, ഇനി ഞങ്ങളിവിടെ മുന്തിരി ചാറുകളിൽ ഞങ്ങൾ ഭ്രമിക്കുന്നില്ല, ഇനി ഞങ്ങളുടെ എല്ലുകൾക്ക് മദ്യത്തിന്റെ വീടിന്റെ അംശങ്ങൾ ആവശ്യമില്ല, ഞങ്ങളിതാ ഉപേക്ഷിച്ചിരിക്കുന്ന പ്രവാചക എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ചരിത്രം മാനവ ചരിത്രത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ നായകന്മാർക്ക് പറയാനാവില്ല, രാഷ്ട്രീയ മീമാംസകന്മാർക്ക് പറയാനാവില്ല, വേദചരിത്ര കാലഘട്ടങ്ങളിൽ ഇതില്ല. ഒടുവിലത്തെ ഗ്രന്ഥമായ ദൈവീക ഗ്രന്ഥം മനുഷ്യന്റെ മനസ്സിനോട് സംവദിക്കുകയായിരുന്നു. അല്ലാഹു ധർമ്മമെന്ന് പറഞ്ഞു അധർമ്മമെന്ന് തെളിയിക്കാൻ ലോകത്തിതുവരെ സാധിച്ചിട്ടില്ല. വ്യഭിചാരം പാപമാണെന്നും അതിനെ കൊള്ള അടുക്കല്ലേ, അത് കുടുംബ ശൈഥില്യത്തിന് കാരണമാണെന്ന്, അത് നിന്റെ ശാന്തിക്ക് തടസ്സമാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് അല്ല എന്ന് തെളിയിക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. ലോട്ടറിയെ കുറിച്ചുള്ള വിവാദങ്ങൾ, മദ്യത്തെ കുറിച്ചുള്ള വിവാദങ്ങൾ 1930കളിൽ അമേരിക്കയിൽ മദ്യനിരോധനമുണ്ടായി. ബില്യൺ കണക്കിന് അല്ല കൂട്ടരെ കോടിക്കണക്കിന് പണം ഉപയോഗിച്ച് മദ്യത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതി. കോടിക്കണക്കിന് അക്ഷരക്കൂട്ടുകൾ ഉണ്ടായി. ഇല്ല, 5 ലക്ഷത്തിലധികം ആളുകളെ പട്ടാളത്തിന് കൊല്ലേണ്ടി വന്നു. അമേരിക്കയിൽ ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള കഥയല്ല, ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ള കഥ. ബോധവൽക്കരണമുണ്ടായി. അമേരിക്കൻ ജനത മദ്യാസക്തിയിൽ മുന്നോട്ട് പോയി. 1939 അമേരിക്ക മദ്യനിരോധനം എടുത്തു മാറ്റി. മനസ്സിന്റെ അകത്തളങ്ങളിൽ മദ്യത്തിന്റെ ദുരന്തം എന്താണെന്നറിയാത്ത ഞാൻ എന്തിന് മദ്യപിക്കാതിരിക്കണം, ഞാൻ എന്തിന് പരസ്യമായി ചുംബിക്കാതിരിക്കണം? ഖലീഫ ഉമറിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണുമാണും അങ്ങാടിയുടെ ഓരത്ത് റോഡ് സൈഡിൽ വെച്ച് അല്പമൊന്ന് കൊഞ്ചിയപ്പോ കുതിരപ്പുറത്ത് നിന്ന് ചാട്ടുമറങ്ങിയ ഖലീഫ ഉമറിനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത്രേ അമീറുൽ മുഅ്മിനീൻ, ഇതെന്റെ ഭാര്യയാണ്. അപ്പോൾ ഇവരുടെ ശ്രദ്ധാപ്രധാനം, അത് നിനക്ക് മാത്രം അറിയാവുന്ന കാര്യം, ഇവൾ നിന്റെ ഭാര്യയാണെന്നത്, നീ അവളുടെ ഭർത്താവാണെന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാവുന്ന കാര്യമാണ്. നടുറോട്ടിൽ പബ്ലിക്കിൽ വെച്ച് കൊഞ്ചിക്കുഴയുന്നത് യുവാക്കൾക്കെങ്ങാനും ഒരു പ്രേരണയായാൽ എന്ന് പറയുന്ന ഖലീഫ ഉമറിന്റെ വാചകം മറൈൻ ഡ്രൈവിലെ, കോഴിക്കോടിലെ, കേരളത്തിലെ പാശ്ചാത്യന്റെ തോന്നിയാസങ്ങളെ നെറ്റിലേറ്റുന്നവരോട് അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി ഭർത്താവ് കൊല്ലപ്പെട്ട് വിധവയായി മക്കളെ പോറ്റാൻ പെടാപ്പാട് പെടുന്നതിന് മുമ്പിൽ ആരുടെയോ മുമ്പിൽ മടിക്കട്ടയിച്ചു കൊടുത്ത വേശ്യാതെരുവിൽ ജീവിക്കുന്നത് കുറ്റബോധത്തോടെ കഴിഞ്ഞുകൂടുന്ന പെണ്ണിന്റെ മനോഭാവമല്ല. അന്തഃപുരങ്ങളിലെ പെണ്ണുങ്ങൾ ഇറങ്ങി ടൈറ്റ് ജീൻസും ധരിച്ച് ഞാൻ എന്തും ചെയ്തു കളയുമെന്ന് പറയുന്ന ഇത്തരം വൃത്തികെട്ട ഒരു സമൂഹത്തിന്റെ അരാജകത്വത്തിനെതിരെ പടപൊരുതാൻ ധാർമ്മികമായി